തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കി വരട്ടെ എന്ന് പറഞ്ഞ് ആമി തൻ്റെ സ്കൂട്ടറുമായി പാഞ്ഞു. ആമിയുടെ വണ്ടി ചിറ്റയെടുത്ത് നിന്നും പോയ നിമിഷത്തിൽ തന്നെ ഒരു കാറ് അകത്തേക്ക് വന്നു. ഏറെ പരിചിതമായ ആ കാറ് കണ്ട് 3 പേരും അതിൽ നിന്നും ഇറങ്ങുന്നവനായി പുറത്ത് തന്നെ കാത്തു നിന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നും ഇറങ്ങി വന്നു. എന്താണ് നിഖിലേ, നീ അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? കുറേ നാളായല്ലോ പോയിട്ട്, രാധിക തമാശ മട്ടിൽ ചോദിച്ചു. എന്നാൽ നിഖിലിൻ്റെ നോട്ടം ദേവിയിലേക്കായിരുന്നു. ദർശൻ പറഞ്ഞ് അവളിൽ വന്ന മാറ്റം അറിഞ്ഞിരുന്നുവെങ്കിലും നേരിട്ട് അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷം തോന്നി. ഓ, എന്തോ പറയാനാ ആൻറ്റി, എൻ്റെ അപ്പനെ പോലെയുള്ള അപ്പന്മാർ ഉണ്ടായാൽ മക്കൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ലല്ലോ. ഒന്ന് പോടാ, നിനക്കൊരു ഉത്തരവാദിത്വം വരാൻ വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ദാസൻ മാത്യുവിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്കിള് കൂട്ടുകാരനെ ന്യായീകരിച്ചേ പറയൂ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 ആഴ്ചയായി ഞാനിപ്പോൾ നാട്ടിലേക്കൊന്ന് കാല് കുത്തിയിട്ട്. പോട്ടേടാ, ഞാൻ ബൈജുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. എന്തായാലും തൃശ്ശൂരിലുള്ള നിൻ്റെ വർക്കിൽ മാത്യു അങ്കിള് നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ആ കസ്റ്റമേഴ്സ് വിളിച്ച് നല്ല അഭിപ്രായമാണ് നിന്നെപ്പറ്റി പറഞ്ഞത്, ദർശൻ അവനെ സമാധാനിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. ഓഫീസിലെത്തുമ്പോൾ മാത്രമാണ് ദർശന് മാത്യു സാറ് അല്ലാത്ത സമയത്ത് എല്ലാം മാത്യു അങ്കിൾ എന്ന് തന്നെയാണ് അവൻ വിളിക്കുന്നത്. കമ്പനിയുടെ ഓണറായ ദർശൻ തന്നെ സാറെന്ന് വിളിക്കേണ്ടെന്ന് മാത്യു പറഞ്ഞിട്ടുണ്ടെങ്കിലും ദർശനും ദാസനും അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, വാ നമുക്ക് കഴിച്ചിട്ടാവാം ബാക്കിയുള്ള സംസാരം. രാധിക അവരെയെല്ലാം വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഹരിദാസും ദേവിയും അവർക്ക് പുറകെ തന്നെ കയറി. എടാ, ആമി പറയുന്നതൊന്നും നീ വിശ്വസിക്കണ്ട. ദേവിയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ വിഷമമുള്ളതുപോലെയൊന്നും തോന്നുന്നില്ല. അവളിപ്പോൾ ഹാപ്പിയാണ്. ആദ്യം അവൾ പറഞ്ഞപ്പോൾ ഞാനും അവൾ കള്ളം പറയുന്നതാണെന്നാ കരുതിയത്. പക്ഷേ ഞാനൊന്ന് ദേവിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ അവൾ മാറിയിരുന്ന് കരയാറുണ്ട്. എടാ, അത് പിന്നെ മറവിരോഗമൊന്നുമല്ലല്ലോ അവൾക്ക് വന്നിരിക്കുന്നത്. ഒറ്റടിക്കെല്ലാം മറന്നു പോകാൻ വേണ്ടിയിട്ട് സമയം എടുക്കില്ലേ? മനുഷ്യനല്ലേടാ. ഞാൻ ഉദ്ദേശിച്ചത്, നീ ധൃതി പിടിച്ച് അവളുടെ വാക്കും കേട്ട് കല്യാണം ആലോചിക്കാനൊന്നും നിൽക്കണ്ട. എല്ലാം കൊണ്ടും അവൾക്ക് ഒത്തുവരുന്ന ഒരു ആലോചന വരുമ്പോൾ, അവൾ എല്ലാ രീതിയിലും മാറിയെന്ന് ഉറപ്പാകുമ്പോൾ മാത്രം നമുക്ക് അതൊക്കെ ആലോചിക്കാം. എടാ, ആദ്യം വിച്ചുവിൻ്റെ കാര്യം ആമി പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിച്ചുവിനെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് നല്ല താല്പര്യമുണ്ട്. നല്ല പയ്യനാ. ദേവി അവൻ പൊന്നുപോലെ നോക്കും. ആ അമ്മയും അവൻ്റെ പെങ്ങളുമൊക്കെ പാവം ആളുകളാ. ആമി പറഞ്ഞതുപോലെ ദേവിക്ക് എല്ലാ രീതിയിലും ചേരുന്നൊരു ബന്ധം തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. നിഖിൽ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചു നിന്നു. വിവേകിനെക്കുറിച്ച് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ തോന്നിയിട്ടുള്ളത്. എന്നാലും ഇനിയൊരു റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒന്നുകൂടി നന്നായിട്ടൊക്കെ ആലോചിച്ചിട്ട് മതി. ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട. ആ, അതാ ആമി പറഞ്ഞ പോലെ അവർ പരസ്പരം പരിചയപ്പെടട്ടെ എന്ന് ഞാനും വിചാരിച്ചത്. പരിചയപ്പെട്ട് പരസ്പരം അവർക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേടാ. നിങ്ങൾ കഴിക്കാൻ വരുന്നില്ലേ മക്കളെ? രാധിക അപ്പുറത്ത് നിന്നും വിളിച്ചു ചോദിച്ചു. ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കൂടി ദർശനോട് സംസാരിച്ചിരുന്നതിന് ശേഷം നിഖിൽ ഇറങ്ങാൻ എഴുന്നേറ്റു. എടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ? എടാ, അവരിപ്പോൾ വരും, ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇറങ്ങാടാ. അന്ന് ഓഫീസിൽ വെച്ച് വീഡിയോ കോൾ ചെയ്ത് നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ ആളിനെ? പിന്നെ നാളെ തൊട്ട് ഞാൻ ഓഫീസിലുണ്ടല്ലോ, നമുക്ക് സൗകര്യം പോലെ പരിചയപ്പെടാം. ഇതിപ്പോൾ 3 ആഴ്ചയായി വല്യമ്മച്ചിയുടെ അടുത്ത് പോയിട്ട്. ഇനിയും വൈകിയ ആള് ചിലപ്പോൾ പിണങ്ങും. നിനക്കറിയാലോ സ്വഭാവം. നിഖിൽ ഇറങ്ങി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ വിവേകും കുടുംബവും ചിറ്റടത്തേക്കെത്തി. ദർശനും രാധികയും ഹരിദാസും അവരുടെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പുറത്തേക്കിറങ്ങി ചെന്നു. ദേവി അകത്തെ മുറിയിൽ തന്നെ നിന്നു. കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ലതയായിരുന്നു. ദർശൻ പരിചയഭാവത്തോടെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. ദർശൻ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ദാസൻ, ഇതെൻ്റെ ഭാര്യ രാധിക. ദാസൻ സ്വയം ഒന്നുകൂടി പരിചയപ്പെടുത്തി. ലതയുടെ കണ്ണുകൾ ദാസനിൽ തന്നെ ഉടക്കി നിന്നു. എവിടെയോ കണ്ടുപരിചയമുള്ള മുഖം, എന്നാൽ എവിടെയാണെന്ന് അവർക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. ലത ദാസനെ തന്നെ നോക്കി നിൽക്കുന്നത് ദാസനും കണ്ടിരുന്നു. അയാളും സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി, എന്താണെന്നുള്ള ഭാവത്തിൽ. ഇതേ സമയം ലത ദാസനെ തന്നെ നോക്കി നിൽക്കുന്നത് വിവേകും കണ്ടിരുന്നു. എന്താ അമ്മേ?
വിവേക് സംശയത്തോടെ ചോദിച്ചു. ദർശൻ്റെ അച്ഛനെ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ, പക്ഷേ എവിടെയാണെന്ന് പിടികിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ വർഷങ്ങൾ ഒരുപാടായി ഈ നാട്ടിൽ തന്നെ. ഒരേ നാട്ടുകാരല്ലേ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും. കാര്യം എന്താണെന്ന് അറിഞ്ഞതിലുള്ള സമാധാനത്തിൽ ചിരിയോടുകൂടി ദാസൻ പറഞ്ഞു. അത് ശരിയാ, ഒരു പുഞ്ചിരിയോടെ ലതയും പറഞ്ഞു. ഇവരെ ഇങ്ങനെ പുറത്ത് തന്നെ നിർത്തി സംസാരിപ്പിക്കാനാണോ ഭാവം? രാധിക ദാസനോട് ചോദിച്ചു. അയ്യോ സോറി, അകത്തേക്ക് കയറ് എല്ലാവരും. കുറച്ച് ദിവസമായി ഇവൻ പറയുന്നു നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ടെന്ന്. ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാൻ തയ്യാറായിരുന്നു, ഇവനാ സമയമില്ലാത്തത്. എല്ലാവരും കയറി അകത്തേക്ക്. സ്വീകരണ മുറിയിൽ ഇരുന്നതിന് ശേഷം ലത തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഇവിടെ എന്നും നിങ്ങളുടെ വിശേഷം ഇവൻ പറയും, അതുകൊണ്ട് തന്നെ എല്ലാവരെയും കണ്ടതുപോലെ നന്നായി തന്നെ ഞങ്ങൾക്കറിയാം, രാധിക പറഞ്ഞു. അവിടെയും അങ്ങനെ തന്നെയാ. ഇവൻ മാത്രമല്ല, ആമിമോളും പറയും നിങ്ങളെപ്പറ്റി. കുറച്ചു നേരം കൂടി അവർ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും മാലതിയും കല്യാണിയും അവർക്കുള്ള ചായയും പലഹാരവുമായി എത്തി. ഇതാണോ മാലതിയും കല്ലുമോളും? ലത ചോദിച്ചു. ഞങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാലതി ദർശനെ നോക്കി. ദർശൻ മോനല്ല, ആമിമോളാ നിങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലും പറയാറ്. അപ്പോഴാണ് ലതയുടെ ശ്രദ്ധ അപ്പുറത്തേക്കായി മാറി നിൽക്കുന്ന ദേവിയിലേക്ക് പോയത്. ദേവിയും ലതയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആമി പറഞ്ഞതുപോലെ തന്നെ, കണ്ടാൽ തന്നെ പാവമാണെന്ന് തോന്നുന്ന ഒരമ്മ. ദേവി മോളല്ലേ, ഇങ്ങ് വാ. എന്താ മോള് മാറി നിൽക്കുന്നത്? ലത ചോദിച്ചപ്പോൾ ദേവി പതുക്കെ അവർക്കടുത്തേക്ക് വന്നു. ഇവിടെ ഇരിക്കും മോളെ, മോളെക്കുറിച്ചും ആമി എപ്പോഴും പറയാറുണ്ട്. മോളുടെ ക്ലാസ് തുടങ്ങിയോ? അടുത്ത ആഴ്ച തുടങ്ങും. വർഷയും മോള് പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാ പഠിക്കുന്നത്. ആ, ഇനിയിപ്പോൾ കാണാമല്ലോ. അതിന് ചേച്ചി ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ് എടുത്തിരിക്കുന്നത് എന്നാണല്ലോ ആമി ചേച്ചി പറഞ്ഞത്. എന്നാലും പ്രാക്ടിക്കൽ സെഷൻസൊക്കെ ഉള്ളപ്പോൾ ചെല്ലണം, അപ്പോൾ കാണാം നമുക്ക്. വർഷ ഫസ്റ്റ് ഇയർ അല്ലേ? അതെ, ഞാൻ BSc മാത്സ് ആണ് എടുത്തത്. എൻ്റെ ക്ലാസ്സിലെ ചില ടീച്ചേഴ്സിനോട് ഞാൻ ചേച്ചിയെ പറ്റി ചോദിച്ചു. അയ്യോ, ഞാൻ BSc ബോട്ടണിയാണ് എടുത്തത്, അവർക്കൊന്നും എന്നെ അറിയാൻ വഴിയില്ല. ഇല്ല, ടീച്ചേഴ്സിനൊക്കെ ചേച്ചിയെ അറിയാം. ചേച്ചി റാങ്ക് ഹോൾഡർ ആയിരുന്നില്ലേ? പിന്നെ കോളേജ് മാഗസിനിലൊക്കെ സ്ഥിരം കഥകളും കവിതകളുമൊക്കെ എഴുതുമായിരുന്നില്ലേ? വർഷ പറയുന്നത് കേട്ട് വിവേക് ദേവിയെ നോക്കി. മോൾ എഴുതുമോ? ലത ചോദിച്ചു. ചുമ്മാ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചപ്പോൾ അങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ചുമ്മാ പറയുമോ അമ്മേ, ചേച്ചി നല്ല അടിപൊളിയായിട്ട് എഴുതും. ചേച്ചിയുടെ കഥകളും കവിതകളുമൊക്കെ മാഗസിനിൽ വായിച്ചിട്ട് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സാറ് ചേച്ചിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? വർഷ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ദേവി അവളെ നോക്കി. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? നീ ഇപ്പോഴല്ലേ അവിടെ ചേർന്നത്? അതമ്മേ, തനൂജയില്ലേ എൻ്റെ ഫ്രണ്ട്, അവളുടെ അങ്കിള് മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. ഞാൻ ചേച്ചിയെപ്പറ്റി ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവളും അവളുടെ അങ്കിളിനോട് ചോദിച്ചു. അപ്പോൾ ആളാണ് പറഞ്ഞത് ഈ കഥയൊക്കെ. കോളേജിലൊക്കെ കുട്ടികൾ പരസ്പരം പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അധ്യാപകരും തുടങ്ങിയോ ഈ വക പണികളൊക്കെ? ആ കഥ പറയാതിരിക്കുന്നതാ ഭേദം. ആ സാറ് പാരൻസുമായി വന്നിരുന്നു ഇവിടെ, വിവാഹം ആലോചിച്ച്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വേണ്ടെന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല. ജാതകവും ഒക്കെ വാങ്ങിയാ പോയത്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ജാതകങ്ങൾ തമ്മിൽ ചേർന്നില്ല, അങ്ങനെ അത് ഒഴിവായി, രാധിക പറഞ്ഞു. ആ സാറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ ചേച്ചി? അവരുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതോ ഒരു മിസ്സിനെയാണ് കല്യാണം കഴിച്ചത്. ദേവിയൊന്ന് ചിരിച്ചു. അല്ല വർഷേ, നിനക്ക് ഈ പഠിപ്പിൻ്റെ ഇടയ്ക്ക് ഇതിനൊക്കെ എവിടുന്ന് സമയം കിട്ടുന്നു? ദർശൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വിച്ചുവിനോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അവളും ഫോൺ വാങ്ങി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല പരിചയത്തിലാണ്. അതിന് പഠിക്കുന്നവർക്കല്ലേ മോനെ സമയം കുറവുണ്ടാവുള്ളൂ, ഇവള് പഠിക്കാറില്ലല്ലോ, ലത അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ കോളേജിൽ കിട്ടാൻ അത്യാവശ്യം നല്ല മാർക്കൊക്കെ വേണ്ടേ അമ്മേ? അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർഷ പഠിക്കുമായിരിക്കുമല്ലോ. ദേവി വർഷയ്ക്ക് രക്ഷയ്ക്കായി എത്തി. വർഷ ഒരു ചമ്മലോടെ വിവേകിനെ നോക്കി. വിവേകിൻ്റെ മുഖത്ത് ഒരു ആകിയ ചിരിയുണ്ടായിരുന്നു. എന്താ വിച്ചു, അവളെ നീ കളിയാക്കി ചിരിക്കുന്നത്? ദർശൻ ചോദിച്ചു. എനിക്ക് ആ കോളേജ് മാനേജ്മെൻറ്റുമായി നല്ല ഹോൾഡുണ്ട്, അങ്ങനെയാ അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്, വിവേക് പറഞ്ഞു. അത് സാരില്ല,
അത്യാവശ്യം മാർക്കില്ലാതെ അവരെടുക്കില്ല, എത്ര ഹോൾഡ് ഉണ്ടെങ്കിലും. വിഷമിച്ച് തലകുമ്പിട്ട് നിൽക്കുന്ന വർഷയെ സമാധാനിപ്പിച്ചുകൊണ്ട് ദേവി പറഞ്ഞു, അതുമാത്രമല്ല, ഒരുപാട് മാർക്ക് വാങ്ങുന്നതിലല്ലല്ലോ കാര്യം, പഠിക്കുന്ന വിഷയത്തെപ്പറ്റി അറിവുണ്ടാകണം. വർഷമോളും ഇടുക്കിയല്ലേ, കണ്ടാൽ തന്നെ അറിയാം. ദാസനും വർഷയ്ക്കൊപ്പം തന്നെ നിന്നു. അല്ല, ചേച്ചിക്ക് ഇവിടെ ഫ്രണ്ടിലുള്ള ഗാർഡൻ കൂടാതെ ഭംഗിയുള്ള വേറൊരു ഗാർഡൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആമി ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ എവിടെയാ ചേച്ചി? ദാ ആ ഭാഗത്ത്. ദേവി ജനലിൽ കൂടി കാണിച്ചു കൊടുത്തു. മോൾക്കും ഇവളെപ്പോലെ ചെടികളോടൊക്കെ വലിയ ഇഷ്ടാണോ? വർഷയുടെ ഉത്സാഹത്തോടെയുള്ള ചോദ്യം കേട്ട് രാധിക ചോദിച്ചു. എനിക്കും ഇവനും ഗാർഡനിങ് ഒക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. ഇവള് അബദ്ധത്തിൽ പോലും ആ ഭാഗത്തേക്കൊന്നും നോക്കാറ് പോലുമില്ല. അങ്ങനെയല്ലാട്ടോ, ചേട്ടൻ പുറത്തൊക്കെ പോകുമ്പോൾ ഞാനാ വെള്ളം ഒഴിക്കുന്നത്, അല്ലേ ചേട്ടാ? വർഷ ശരിയല്ലേ എന്ന രീതിയിൽ വിവേകിനെ നോക്കി. ആ ശരിയാ, സന്ധ്യ ആവുന്നത് വരെ ആകാശത്ത് നോക്കി നിൽക്കും, മഴ പെയ്യുമോ എന്നറിയാൻ. ഒരു ചാറ്റൽ മഴയ്ക്ക് പോലും സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ അവൾ ചെടിക്ക് വെള്ളം ഒഴിക്കാറുള്ളൂ. വാനനിരീക്ഷകർ പോലും ഇത്രയും ആകാശത്തേക്ക് നോക്കില്ല. വിവേകിൻ്റെ ആ വാക്കുകൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർത്തി. വർഷ മുഖം വീർപ്പിച്ചുകൊണ്ട് വിവേകിനെ നോക്കിയിരുന്നു. മതിയടാ അവളെ കളിയാക്കിയത്. ഇവർ വിചാരിക്കും നിങ്ങൾ എപ്പോഴും തല്ലുപിടുത്തമാണെന്ന്. ഇവിടെയും ഇങ്ങനെ തന്നെയാ, സ്നേഹം കാണിക്കുന്നത് തന്നെ തല്ലുപിടിച്ചു കൊണ്ടാ രണ്ടുപേരും. എന്നാ പിന്നെ മോള് പോയി ഇവരെ ആ ഗാർഡൻസൊക്കെ ഒന്ന് കാണിക്ക്. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. ഭക്ഷണം കഴിക്കാനുള്ള നേരായോ? ലത ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടൊക്കെ വായോ, അപ്പോഴേക്കും നേരമായിക്കോളും, ദാസൻ പറഞ്ഞു. എന്നാ പിന്നെ ഇവർ പോട്ടെ, ഞാനും ഭക്ഷണം എടുത്തു വെക്കാൻ സഹായിക്കാം. അയ്യോ അത് വേണ്ട, ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തു വെച്ചോ, എനിക്ക് കൂടെ നിൽക്കാലോ. ചെല്ലു മക്കളെ. ലത പറഞ്ഞപ്പോൾ ദേവി വർഷയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി. ദർശൻ വിച്ചുവിനെ വിളിച്ചുകൊണ്ട് അവരുടെ പുറകെ ചെന്നു. വർഷയ്ക്കും വിവേകിനും പൂന്തോട്ടം ഒരുപാട് ഇഷ്ടമായി. എന്ത് രസാ ചേച്ചി കാണാന്. ആമി ചേച്ചി പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ. ദേവി ഒന്ന് ചിരിച്ചു. വിവേകിനും അതേ അഭിപ്രായം തന്നെയായിരുന്നു. ക്യാമറ എടുത്തിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ദേവിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ? എന്ത് ചോദ്യമാണ്, തനിക്ക് ഇഷ്ടമുള്ള അത്ര ഫോട്ടോസ് എടുത്തോ. ദർശനാണ് ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. വിവേക് ഫോട്ടോസ് എടുക്കുന്നത് പുറകിലൂടെ ദേവി നോക്കി നിന്നു. ആ സമയം വർഷ ദർശനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് നീങ്ങി നിന്നു. എന്താ വർഷ? ഈ ചെടികളുടെ ഒപ്പം എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരുമോ എൻ്റെ ഫോണിൽ? ഫോൺ നീട്ടിക്കൊണ്ട് വർഷ ചോദിച്ചു. അടിപൊളിയായി ഫോട്ടോസ് എടുക്കുന്ന സ്വന്തം ചേട്ടനുള്ളപ്പോൾ എന്നെക്കൊണ്ട് ഈ സാഹസം ചെയ്യിക്കണോ മോളെ? ഫോണ് വാങ്ങിക്കൊണ്ട് ദർശൻ ചോദിച്ചു. അങ്ങേര് മനുഷ്യരുടെ ഫോട്ടോ എടുക്കില്ലല്ലോ, പൂക്കളുടെയും പ്രകൃതിയുടെയും മാത്രമല്ലേ എടുക്കാറുള്ളൂ. ചിരിച്ചുകൊണ്ട് ദർശൻ അവളുടെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. പല രീതിയിലും അവൾ പറഞ്ഞ പോലെയെല്ലാം അവൻ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ദേവിയെയും വിവേകിനെയും അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വിവേക് ഫോട്ടോസ് എടുക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ദേവി. അവനെടുക്കുന്ന രീതിയൊക്കെ അവൾക്കും വലിയ ഇഷ്ടമായി. ഫോട്ടോസ് എടുത്ത് അവൻ നീങ്ങുന്നതിനോടൊപ്പം തന്നെ പൂക്കളെ തൊട്ടും തലോടിയും ദേവിയും അവനൊപ്പം തന്നെ കൂടി. ഇടയ്ക്ക് അവൻ ചില സംശയങ്ങളും ദേവിയോട് ചോദിച്ചു. താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി അവളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവരെ നോക്കിക്കൊണ്ടിരുന്ന ദർശനം അതെല്ലാം കണ്ട് സന്തോഷമായി. കുറച്ചു നേരം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലെല്ലാം അവസാനിപ്പിച്ച് 4 പേരും അകത്തേക്ക് കയറിപ്പോയി. അവർ അകത്ത് കയറിയപ്പോൾ തങ്ങൾ പോയപ്പോൾ ഇരുന്നിടത്ത് തന്നെ ബാക്കി എല്ലാവരും ഇരിക്കുന്നത് കണ്ടു. അല്ല, ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എടുത്തില്ലേ അമ്മേ? എടുത്ത് വെച്ചടാ, നിങ്ങളെ കാത്ത് ഇവിടെ തന്നെ ഇരുന്നതാ. എന്നാ വാ നമുക്ക് കഴിക്കാം, രാധിക വിളിച്ചു. അപ്പോഴാണ് ലതയുടെ കണ്ണുകൾ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഉടുക്കിയത്. രാജേന്ദ്ര മാമ അല്ലേ അത്, ചിറ്റേടത്തെ? ഫ്രെയിമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അത്ഭുതത്തോടെ ലത ചോദിച്ചു. പെട്ടെന്ന് അവർ അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ നോക്കി.